ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ പെയിന്റിംഗ്. അതായത് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ ചിത്രകാരന്റെ പേര് മൈക്കേൽ ആഞ്ചലോ. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളെല്ലാം ലോകപ്രശസ്തമായ പെയിന്റിങ്ങുകളാണ്. അതിലൊന്നാണ് ഫിംഗർ ഓഫ് ഗോഡ്. മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ആദാമിന്റെ ഫിംഗർ. അത് നോക്കുകയാണെങ്കിൽ പരസ്പരം ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രചോദനം ഉൾക്കൊള്ളുന്നു. അതായത് ഹെഡ് ഓഫീസിൽ ഫീൽഡിലേക്ക് പോവുകയോ ജനങ്ങളെ കാണുകയോ ചെയ്യുമ്പോൾ മാനേജേഴ്സും സീനിയർ മാനേജേഴ്സും മെഡിക്കൽ റിപ്പും പറയുന്നത് യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നു എന്ന്. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും മാനേജ്മെന്റിലുള്ളവർ സോളിഡ് ആയിരിക്കും, കുറച്ചുകൂടി ബുദ്ധിപരവും പ്രാക്ടിക്കലും ആയിരിക്കും. അത് ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്ന ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ധാരാളം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഹെഡ് ഓഫീസിലിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ പല റെവല്യൂഷനും സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത് വലിയ ലെവലിൽ നമുക്ക് ഷോക്ക് നൽകി, പറയാൻ വാക്കുകളില്ല. ഒരു ഉദാഹരണം, ഞാൻ നിങ്ങളോട് സീനിയർ പീപ്പിളിനെ കുറിച്ച് സംസാരിക്കാം. സീനിയർ മാനേജേഴ്സിന് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ ഡെസിഗ്നേഷൻ വലിയ ലെവലിലേക്ക് പോകും. അപ്പോൾ ധാരാളം പേർ അവരെ വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഫീൽഡ് വർക്കിന് നമുക്കും ടച്ച് ഇല്ലാതെ പോകുന്നു. ഇതിനെയാണ് പറയുന്നത് ഗ്രാനുലർ നോളജ്, ഗ്രാനുലർ അണ്ടർസ്റ്റാൻഡിംഗ്, ഗ്രാനുലർ വർക്കിംഗ്. അതിൽ നിന്നും അവർ മാറിപ്പോകുന്നു. അവർ കരുതുന്നത് മുകളിലിരുന്നു കൊണ്ട് തനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് ഒരു രീതിയിൽ അവർ മൊത്തത്തിൽ ഫീൽഡ് വർക്കിൽ നിന്നും ഔട്ട് ആവുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മീറ്റിംഗിന് നിങ്ങൾ പോകണ്ടെന്നല്ല, എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ, പക്ഷെ വാല്യൂ ആഡ് ചെയ്യൂ. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. അതായത് എത്രത്തോളം നിങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 100% നൽകുന്നുണ്ടോ അതോ ഇല്ലയോ? അതെങ്ങനെ സാധ്യമാകും? ഒരു സീനിയർ മാനേജർ പോകുന്നു. അദ്ദേഹം ഒരു 3 മെഡിക്കൽ റെപ്സ് അല്ലെങ്കിൽ 2 മെഡിക്കൽ റെപ്സിനോടൊപ്പം ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബോട്ടം ലെവലിലെ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ആരുടെ ഒപ്പം ജോലി ചെയ്താലും ഫുൾ ഡേ ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ മുഴുവനും ലഭിക്കൂ. ഇനി അടുത്ത വിഷയം, ടോപ്പ് മാനേജർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാനേജർ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ മെഡിക്കൽ റെപ്സ് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നാം. അവിടെ മാനിപ്പുലേഷൻ സംഭവിക്കുന്നു. മാനിപ്പുലേഷൻ അതിന്റെ അതിർവരമ്പ് കടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് അവിടെയുള്ള ഡോക്ടേഴ്സ് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കഥ കഴിഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ചില ഏരിയകളിൽ അവർ പറയാറുണ്ട്, ഇല്ല സർ, അറിയാതെ സംഭവിച്ചാണ്, ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ അത്രയും വലിയൊരു പോസ്റ്റിംഗിൽ ഉള്ളപ്പോൾ ആ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം പാസ് ചെയ്ത് പോവാറുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല. സോ ഇതിനുശേഷം എപ്പോഴും ഈ സ്ഥാനത്തിന് താങ്കൾ അർഹനാണോ എന്ന് ചിന്തിക്കുക. സ്വയം ചോദിച്ചു നോക്കൂ. ഇതേ സാഹചര്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത്. അതേസമയം ഞങ്ങൾ വളരെ ഫേമായിട്ടുള്ള സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ശക്തമായ ആക്ഷൻ എടുത്തിട്ടുണ്ട്. പ്രധാനമായും അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് ഏത് പോസ്റ്റിംഗ് ആണെങ്കിലും ശക്തമായ ആക്ഷൻ എടുക്കും. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ. ചില സ്ഥലങ്ങളിലൊക്കെ കറപ്ഷൻ കാണും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. ചില കേസുകളിൽ ഹെവി പെനാൽറ്റിയും ഫൈനാൻഷ്യൽ ഫൈനും ഞങ്ങൾ ചാർജ് ചെയ്യും. ആ പ്രാക്ടിക്കൽ എങ്ങനെ പോസിബിൾ ആകും? അതായത് ഒരു റീജിയണൽ മാനേജർ 11:30 മണിക്ക് 11:30 അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് 3:30 തിരിച്ചു പോകുന്നു. മറ്റൊരു സൈഡിൽ നമ്മൾ 8 അവർ ജോലി ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വർക്കർ അവരുടെ ഓഫീസ് ടൈം എത്രയാണ്? 9 to 5. 1-2 മണിക്കൂർ ലേറ്റായിട്ട് വരുന്നു, 2 മണിക്കൂറിന് മുൻപേ പുറപ്പെട്ടു പോകുന്നു. അതായത് ഗവൺമെന്റ് ഓഫീസർമാരും വർക്കേഴ്സും ഏകദേശം 9 to 10 അവർ വർക്ക് ചെയ്യുന്നു, ഇൻക്ലൂഡിംഗ് ട്രാവൽ. പക്ഷെ നമ്മുടെ റീജിയണൽ മാനേജർ 3:30 മണിയാകുമ്പോഴേക്കും തിരിച്ചു പോകുന്നു. എന്ത് കൾച്ചറാണിത്? ഇതിലുള്ള സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മെയ് 1 അല്ലെങ്കിൽ 2 തീയതിയോ, അതായത് ഒരു മെഡിക്കൽ റെപ്പോ ഒരു ഏരിയ മാനേജരോ ആയിരിക്കാം. സെക്കൻഡ് മെയ് എന്ന ഏരിയയ്ക്കുള്ളിൽ ഇപ്പോൾ അതേ ഏരിയയിൽ സെക്കൻഡ് ലൈൻ മാനേജരും ആ ഏരിയയുടെ സെക്കൻഡ് ലൈൻ മാനേജരും 3 ദിവസത്തിന് ശേഷം വീണ്ടും ജോലി ചെയ്യുന്നു. എന്തിന്? കാരണം ആ ഏരിയ വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. ആ പ്രത്യേക ഏരിയ ഫാസ്റ്റായിട്ട് പണം നൽകുന്ന ഒരു ടെൻഡൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ആ ഏരിയ ശരിക്കും പ്രയോജനപ്രദമാണ്. മെഡിക്കൽ റെപ്പ് ഗുഡ് എന്ന് പറയുന്നുണ്ടോ? റീജിയണൽ മാനേജറിന് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അതുപോലും അറിയില്ലേ? ഇവൻ 3 ദിവസത്തിന് മുമ്പാണ് അയാളുടെ ഫസ്റ്റ് ലൈനിന്റെ കൂടെ ജോലി ചെയ്തിട്ട് അവിടുന്ന് പോയതെന്ന്. വീണ്ടും എന്തിനാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്? അതുപോലും അറിയാതിരിക്കുന്നു. ഇതുപോലെ ചില സത്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ശരിക്കും ഷോക്കായി പോകും. ഇനി മറ്റൊരു കാര്യം, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫസ്റ്റ് ലൈൻ മാനേജറിന് 5 മാസത്തിനുള്ളിൽ മെഡിക്കൽ റെപ്പിനോടൊപ്പം ഏരിയ മൊത്തം കവർ ചെയ്യണമെന്ന്. പക്ഷേ എത്ര മാനേജേഴ്സ് അവിടെ കാണും? അറ്റ്ലീസ്റ്റ് ഒരു 5 month കവറേജ് ചെയ്ത ആരൊക്കെയുണ്ട്? വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്നവർ. വിഷയം തന്നെ മറന്നു പോകുന്നു. അങ്ങനെ ചെയ്യണം എന്ന് പോലും അവർക്ക് അറിയില്ല. എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് സർ. ഇതിൽ പലരെയും നോക്കുകയാണെങ്കിൽ തീർച്ചയായും കറപ്റ്റ് ആയിരിക്കും, വളരെയധികം ഇൻഎഫക്റ്റഡ് ആയിരിക്കും. എങ്ങനെയത് പ്രാക്ടിക്കലി പോസിബിൾ ആകും? അതേ ഏരിയയ്ക്കുള്ളിൽ നിങ്ങൾ
80% സെയിൽസ്. ഈ സമയത്ത് വെറും 4 പ്രോഡക്റ്റ് കൊണ്ട്, ജസ്റ്റ് 4 പ്രോഡക്ട്സ്. ഒരു ഉദാഹരണം, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 10 ലക്ഷമോ ഇല്ല 1 ലക്ഷമോ ആകട്ടെ, എല്ലാം 4 പ്രോഡക്റ്റിൽ നിന്നാണ്. അത് ഏതൊക്കെയാണ്? ഫാസ്റ്റ് മൂവിംഗ് പ്രോഡക്ട്സ്. എങ്ങനെയുള്ള പ്രോഡക്ട്സ്? ഏതാണോ മൂവിംഗ് ഉള്ളത്, ഏതിനാണോ ഡിമാൻഡ് ഉള്ളത്, അതാണ് ZHO. നിങ്ങൾ കുറച്ച് സമയം ക്ഷമയോടിരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചോളൂ. കറപ്ഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കൂ. നടക്കുന്നുണ്ടോ എന്ന് നോക്കൂ. തീർച്ചയായിട്ടും സംഭവിക്കും. മാൻകൈൻഡ് വളരെ വളരെ സോഫ്റ്റായ കോപ്പിയാണ്. ചിലർ സെൻട്രി കോപ്പിയാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടിരിക്കണമെന്ന് പറയുന്നത്. അസുഖങ്ങൾ വരുമ്പോഴും നന്നായി ഇരിക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടിരിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കഷ്ടങ്ങൾ, അതെല്ലാം ശരിയാകും. വേണമെങ്കിൽ 2 ദിവസം ലീവ് എടുത്തോളൂ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള കസിൻ ബ്രദറിന്റെ ഒരു വിവാഹത്തിന് പോവുകയാണെന്ന് വെക്കാം. അതായത് ഒരു വർഷത്തിൽ നിങ്ങൾ 45 അല്ലെങ്കിൽ 30 ദിവസം ലീവ് എടുക്കുന്നു. നിങ്ങൾ വളരെ ഈസി ആയിട്ടായി എക്സ്ക്യൂസ് പറയുന്നു. ഈസി ആയിട്ട് എല്ലാം മാനേജ് ചെയ്യുന്നു. ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. സോ കോൾഡ് ക്രിയേറ്റഡ് പ്രോബ്ലം. ആ സമയത്ത് നിങ്ങൾ ലീവ് എടുക്കുന്നു. ഇവിടെ പ്രശ്നം മാനേജ് ചെയ്യാൻ ആരുമില്ല. എങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നർത്ഥം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അതായത് ഒരു പേരിന് മാത്രം നിങ്ങൾ ജോലി ചെയ്യുന്നു. പല കേസുകളിലും നമുക്ക് ഈ പ്രശ്നം കാണാൻ സാധിക്കും. അതായത് ചില ആളുകൾക്ക് സെയിൽ നടക്കാൻ തന്നെ കാരണം ZHO ആണ്. ഇപ്പോൾ നിങ്ങൾ പറയൂ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ 10 ലക്ഷം രൂപ സെയിൽ ആകുന്നു. അതിൽ 7 ലക്ഷം രൂപയ്ക്കുള്ള സെയിലും അത് പൂർണ്ണമായും ZHO മൂലമാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? ഇതൊരു സാധാരണ കാര്യമായി കരുതണ്ട. ഈസി ആയിട്ട് സെയിൽ ആകുന്നു കരുതും. ആൻഡ് കം ബാക്ക്. ആൻഡ് ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഫീൽഡിൽ നിന്നും പൂർണ്ണമായും ടച്ച് നഷ്ടപ്പെടുന്നു. അവരുടെ വർക്കിംഗ് ഹാബിറ്റ്സ് വളരെ മോശമാകുന്നു. അതുകൊണ്ട് കൂടുതൽ നഷ്ടം ഏർപ്പെടുന്നു, ടെൻഷനോ ആകുന്നു. അവർ കൃത്യമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? പല ഏരിയകളും സെയിൽസിൽ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. എവിടേക്ക് ഇങ്ങനെ സംഭവിക്കുന്നുവോ അവിടേക്ക് മാനേജേഴ്സിനോട് ഞങ്ങൾ പോകാൻ പറയും, അല്ലെങ്കിൽ റെസിഗ്നേഷൻ നൽകും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഉദാഹരണത്തിന്, ഒരു റൗണ്ട് പോയിട്ട് വന്നു, ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയെന്ന് വെച്ചോ. ഹെഡ് ഓഫീസിൽ നിന്നും ആരൊക്കെ അവിടേക്ക് പോയോ ചെക്ക് ചെയ്തോ. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ആരാണെങ്കിലും എവിടെ പോയാലും അവർക്ക് കറപ്ഷൻ മനസ്സിലാവുന്നു. റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഇതിനുശേഷം നിങ്ങളുടെ സർവീസ് ആവശ്യമില്ലെന്നും പറയും. ചിലർക്ക് ഫിനാൻഷ്യൽ പണിഷ്മെന്റും നൽകിയിട്ടുണ്ട്. ഇതിൽ ചില സ്മാർട്ടായ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ ഈസിയായി കാര്യങ്ങൾ മനസ്സിലാക്കും. ഓഫീസേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആണെന്ന് അറിഞ്ഞതും അവർ തുടക്കത്തിൽ തന്നെ എല്ലാം അംഗീകരിക്കുന്നു. ഓക്കെ സാർ, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ കൃത്യമായി എല്ലാം ചെയ്യാമെന്നും പറയും. ഓൾറൈറ്റ്, അത് നല്ല കാര്യമാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ഏരിയകളിൽ 20% പ്രശ്നങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സോൾവ് ചെയ്യാം. അത് ശരിയാക്കിയെടുക്കാം. അവർക്ക് ഇമ്മ്യൂണിറ്റി നൽകി കഴിഞ്ഞു. പക്ഷെ നോക്കൂ, 60 ദിവസത്തിന് ശേഷം വീണ്ടും ഹെഡ് ഓഫീസിലേക്ക് പോകും. വീണ്ടും നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കും. ടീം വീണ്ടും ഓഡിറ്റിന് വേണ്ടി വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമില്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുന്നു എന്റെ കറപ്ഷൻ 2 lakhs rupees ആണെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ സെയിൽ പ്രോപ്പർ ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയതിന് ശേഷം എന്ത് മനസ്സിലാകുമെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു. ഒരു കാര്യം കൃത്യമായി പറയാം, മാനേജേഴ്സിനോട് വീണ്ടും ചെക്ക് ചെയ്യാൻ പറയണം. സോ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തെറ്റാണ്. വീണ്ടും വീണ്ടും ഒരേ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുന്നു. പൂർണ്ണമായും തെറ്റുകളാണ് ചെയ്യുന്നത്. ഇതിൽ സീനിയേഴ്സിന്റെ പങ്കുണ്ട്. എല്ലാവർക്കും ഞാൻ വാക്ക് തരുന്നു, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി അത് ഞങ്ങൾ തീർച്ചയായും നൽകും. അതായത് ഇമ്മ്യൂണിറ്റിയുടെ അർത്ഥം വേറൊന്നുമല്ല. അതായത് നിങ്ങൾ കറപ്ഷൻ നടത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് മെഡൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോറിൻ ട്രിപ്പ് ലഭിക്കൂ? ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ള ആരെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ, അതിലും പ്രധാനമായി തെറ്റായ മാനിപ്പുലേഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ക്ഷമിക്കില്ല. അവരുടെ മെഡൽ കട്ടാവും, ഫോറിൻ ട്രിപ്പ് ക്യാൻസൽ ആവും, അവർക്ക് ക്യാഷ് അവാർഡ് മിസ്സാകും. മൊത്തത്തിൽ എല്ലാം അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ ജോലി നഷ്ടപ്പെടും. കാരണം നിങ്ങളത് ശരിക്കും ചെയ്തില്ല. ഈ കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അതിൽ ചിലർ ഇതിൽ ശരിക്കും കൺഫ്യൂസ് ആവുന്നുണ്ട്. ഈ കാര്യം ഓർത്തു വെച്ചോളൂ. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞ പക്ഷം ക്രിട്ടിക്കൽ ഏരിയകളിലെല്ലാം ഹെഡ് ഓഫീസിൽ നിന്നും 6 പ്രാവശ്യം ചെക്കിംഗ് നടക്കും. ഒരു പ്രാവശ്യം നടന്നത് തന്നെ 5 പ്രാവശ്യം നടക്കും. സോ കറക്റ്റായിട്ട് ആ ഏരിയയിൽ 4 പ്രാവശ്യം ചെക്ക് ചെയ്യും. ക്രിട്ടിക്കൽ ഏരിയയിൽ എല്ലാ രീതിയിലുള്ള ജനങ്ങളെയും കാണാം. അവിടെ പലരും ജോലി ചെയ്യാൻ തന്നെ പേടിക്കുന്നു. എന്തിനാണ് ഈ മെസ്സേജ് പറയുന്നതെന്ന് വെച്ചാൽ, മാൻകൈൻഡ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പക്ഷേ ഇല്ല, എനിക്കിതിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന് തോന്നിയാൽ, ഇതിന് ഉത്തരം ഞാൻ നൽകണമെന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ നടക്കില്ല, ഇൻഎഫക്ടിവിറ്റി നടക്കില്ലെന്ന് തോന്നിയാൽ ഇതിൽ പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. ഒരു ലെവലിന് മേളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു മെസ്സേജ്. ഒരു പക്ഷേ നിങ്ങൾ ആ കാറ്റഗറിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ, 90% ജനങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നു.
മാനേജേഴ്സിന്റെ മുഖത്ത് നല്ല സന്തോഷവും കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് നല്ല സന്തോഷമുണ്ട്. അവർ അന്വേഷിച്ചു എന്ന് പറയാറുണ്ട്, സർ ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, സെയിൽ ഡല്ലായിട്ട് പോകുന്നു, ഇപ്പൊ കുഴപ്പമില്ല, ചിലർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആരൊക്കെ അങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്നുവോ, ഇൻഎഫക്റ്റീവായിട്ടിരിക്കുന്നുവോ, കറപ്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ നന്നായി ജോലി ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക റെപ്യൂട്ടേഷൻ ലഭിക്കും. ആ റെപ്യൂട്ടേഷൻ തീർച്ചയായും ഒരു ഡിമാൻഡായി മാറും. അതൊരു ഡീസന്റ് റെപ്യൂട്ടേഷൻ ആയിരിക്കും. അതിൽ ഉയർച്ചയും താഴ്ചയും തീർച്ചയായും കാണും. എല്ലാ സൈഡിലും ഉണ്ട്. ഡോക്ടേഴ്സിന്റെ സൈഡിലും, സെയിൽസ്മാന്റെ അടുത്തും, മെഡിക്കൽ റെപ്പിന്റെ അടുത്തും, മാനേജേഴ്സിന്റെ അടുത്തും ഉണ്ട്. പല ഡിവിഷനിലും അങ്ങനെ സംഭവിക്കാം. അതിനുശേഷം നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷേ ഇപ്പോ നമ്മൾ വളരെയധികം സെൻസിറ്റീവായിട്ട് ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ല. ഞങ്ങൾ ചെക്ക് ചെയ്യുന്നു, റീചെക്ക് ചെയ്യുന്നു, നന്നായിട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്, ഇൻഎഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, അവിടെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഐഫിൽ 120 മാനേജേഴ്സിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതേ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ചില ലിസ്റ്റ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. പ്രധാനമായും മാനേജേഴ്സ്, ദോസ് യു ഹാവ് ബീൻ ഗിവൺ, അവർക്കെല്ലാം പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. ധാരാളം പേർക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. ധാരാളം മെഡിക്കൽ റെപ്സിനെ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിറയെ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈനാ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് തോന്നിയത് ചിലർക്ക് പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ സീനിയേഴ്സിനേക്കാൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു രീതിയിൽ അവർക്ക് കൃത്യമായ പെർസെൻറ്റേജ് നൽകിയിട്ടില്ല. ആ തെറ്റും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോ ഗോയിങ് ഫോർവേഡ് അടുത്തതായി എന്ത് ചെയ്യാം? അങ്ങനെ ഒരു കാര്യമില്ലേ? ഫോർ എക്സാമ്പിൾ, ബഡി സെയിൽസ് ഒക്കെ വളരെ താഴേക്ക് പോയി. അവിടെ നോക്കിയാൽ അവരുടെ സെയിൽ പാറ്റേൺ തന്നെ വളരെ മോശമാണ്. അവിടെ നമ്മൾ നോക്കിയാൽ അത് ശരിയാക്കാനുള്ള എന്ത് സൊല്യൂഷൻ നമ്മുടെ കൈവശമുണ്ട്? സിമ്പിളായ കാര്യം. അക്കാര്യം നിങ്ങളോട് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതെന്താന്ന് പറയാം. ഒരു കാര്യം ആലോചിക്കൂ. ഏതെങ്കിലും ഒരു ഏരിയയിൽ ഏപ്രിൽ മാസം, അതായത് ലാസ്റ്റ് ഇയർ, സെയിലിന്റെ ഫോർ എക്സാമ്പിൾ 10 കോടി രൂപ. അതേ ഏരിയയ്ക്കുള്ളിൽ 12 മാസത്തിന് ശേഷം മാർച്ച് മാസത്തിൽ സെയിൽ ഡൗൺ ആകുകയാണ്, 1 കോടി രൂപയാകുന്നു. അപ്പോൾ എത്രത്തോളം സെയിൽ ഡ്രോപ്പ് ആവുന്നു? 90%. ചില ഏരിയയിൽ 2 കോടി. അപ്പോൾ എത്ര ഡ്രോപ്പ് ആവുന്നു? 80%. പിന്നെ നോക്കിയാൽ ഏപ്രിൽ മാസത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയതിനു ശേഷം സെയിൽ ഇതേ സൈഡിൽ ഏപ്രിലിൽ 9 ക്രോസ് വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? മാർച്ചിൽ നമ്മൾ അത്രത്തോളം ഡൗണിലേക്ക് പോയി, വളരെ താഴേക്ക് പോയി. അവരത് ഏപ്രിലിൽ ശരിയാക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷേ സ്ട്രിക്ട്നെസ് വന്നതിന് ശേഷം ഇപ്പോൾ ഇതാണ് പ്രസന്റ് സിറ്റുവേഷൻ. ഇത് നമ്മൾ മാറ്റണം. ഇപ്പോൾ ഞാൻ ഇനി ഭാവിയെക്കുറിച്ച് പറയുകയാണ്. ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ പ്രസന്റിലെ കാര്യങ്ങൾ നോക്കുന്നു, ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സെയിൽസിന്റെ റാങ്ക് ഏത് രീതിയിൽ പോകുന്നു എന്ന് നോക്കും. ഏപ്രിലിൽ നിങ്ങളുടെ സെയിൽസ് 100 രൂപ, മെയ്യിൽ എത്ര, ജൂണിൽ എത്ര, ജൂലൈയിൽ എത്ര ഉണ്ട്, ഓഗസ്റ്റിൽ എത്ര ഉണ്ട്. ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ട്രെൻഡ് ഓഫ് സെയിൽസ് മാത്രമാണ്. ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ ട്രെൻഡ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രെൻഡ് ഓഫ് ന്യൂ ലോഞ്ചിങ് പ്രോഡക്റ്റ് സെയിൽസ്. പുതിയ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പുതിയ ട്രെൻഡ്സ് തയ്യാറാക്കണം. എസ്റ്റാബ്ലിഷ് സെയിൽസ്, എസ്റ്റാബ്ലിഷ് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. പുതിയ പ്രോഡക്റ്റ് പുതിയ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കണം. ഈ ഏരിയയിൽ മെഡിക്കൽ റെപ്പ് പുതിയ പ്രോഡക്റ്റ് എത്തിക്കണം, തുടർന്ന് വിറ്റുകൊണ്ടേയിരിക്കണം. മന്ത് ആഫ്റ്റർ മന്ത് വിറ്റുകൊണ്ടേയിരിക്കണം, തുടർന്ന് വിൽക്കണം. ദാറ്റ് മീൻസ് അവർ നന്നായി ചെയ്യുന്നു എന്നർത്ഥം. ഇനി തേർഡ് ലെവലിൽ ചില പ്രത്യേക പ്രോഡക്റ്റുകളുണ്ട്. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് അതിന്റെ ഗ്രോത്ത് കുറവായിരിക്കും, ഇൻസെന്റീവും കുറവായിരിക്കും. ആ പ്രോഡക്റ്റിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഗുഡ് ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് സെയിലും ചെയ്ത് കാണും. ലാസ്റ്റ് നോട്ട് എ ലീസ്റ്റ്, പവർ ബ്രാൻഡ്സിന്റെ സെയിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അഗെയിൻ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? വേറൊന്നുമില്ല, സെയിൽസിന്റെ ട്രെൻഡാണ് മനസ്സിലാക്കിയത്. പാസ്റ്റ് നോക്കണ്ട. കാരണം പാസ്റ്റ് എന്നുള്ളത് വളരെ പഴയതാണ്. കാരണം പാസ്റ്റിൽ യുവർ ബേസ് വാസ് ബിഗർ ദെൻ യുവർ ആക്ച്വൽ സെയിൽസ് ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻഫ്ലുവേഷൻ ഇൻ ദ സെയിൽ. അതിന്റെ കാരണം ഇൻഫിൽട്രേഷൻ. അതിന്റെ സഹായം കൊണ്ട് സാധനങ്ങൾ പുറത്തേക്ക് അയക്കുന്നു. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് ബേസ് ചെയ്താണ് ചെക്ക് ചെയ്യുന്നത്. പിന്നീട് തീരുമാനിക്കും ഗുഡ് ആണോ, അല്ല വെരി ഗുഡ് ആണോ, അല്ല എക്സലന്റ് ആണോ എന്ന്. ബിക്കോസ് സ്ട്രിക്ട്നെസ്സിനോടൊപ്പം തന്നെ റിവാർഡ്സും തീർച്ചയായും വേണം. ആഡഡ് മാൻകൈൻഡ് ധാരാളം റിവാർഡ്സുകളും ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ചില മാനേജേഴ്സിനെ കാണുമ്പോൾ എനിക്ക് തോന്നും ചിലർ ജോലി ചെയ്യാറുണ്ട്, പക്ഷെ നന്നായി ജോലി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ റിവാർഡുകൾ നൽകും. പുതിയ ധാരാളം റിവാർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്രൊമോഷനോടൊപ്പമാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ഫോർ മാൻകൈൻഡിന്റെ ബെസ്റ്റ് ഇയർ എന്ന് പറയാം. അടുത്ത വർഷം ഇതിലും ബെറ്റർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഓൺ ദി ബേസിസ് ഓഫ്
ഗെറ്റ് ട്രെയിനിങ് ഓഫ് ദോസ് പീപ്പിൾ ആരൊക്കെ വളരെ മാനിപ്പുലേറ്റ് ആണ് ആൻഡ് ഇൻഎഫക്റ്റീവ് ആണ്. പെട്ടെന്നുള്ള ആക്ഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ബേസസ് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് 2-3 സ്റ്റേറ്റുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വളരെ ഡീപ്ലി സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ റീചെക്കും ചെയ്യണം. അതിലൊന്ന് ഗുജറാത്ത്, അടുത്തത് ഹരിയാന, ലാസ്റ്റ് പഞ്ചാബ്. ഈ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ധാരാളം മാനേജേഴ്സിനെ ഉപയോഗിച്ച് നന്നായി ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ധാരാളം IZHOs ഡെയിലി ഹാപ്പനിങ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി, സ്റ്റേറ്റ് അതായത് ബീഹാർ, അവിടെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യണം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കണം. പ്ലീസ് ബ്രേസ് യുവർ സെൽഫ് ഫോർ ദീസ് കൈൻഡ് ഓഫ് റോബ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ സ്റ്റേറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ നടന്നുവോ അതെല്ലാം നല്ലതിനാണ്. നിറയെ പേർ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ ആഫ്റ്റർ കോവിഡ് കൂടുതൽ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. ഹെഡ് ഓഫീസിലേക്ക് എല്ലാവരോടും വരാൻ പറയുന്നത് പ്രധാനമായും മീറ്റിങ്ങിന് വേണ്ടി. സോ ഗോയിങ് ഫോർവേഡ് അടുത്തായി എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ധാരാളം പേർ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. റാൻഡമായിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ പോകുന്നെന്ന് നോക്കാം. നിറയെ ഓപ്ഷൻ ലഭിക്കുമോ, അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എത്രത്തോളം ലഭിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക, ഇത് ലഭിച്ചില്ലെന്ന് നോക്കുക, അതൊരു പെർസെൻറ്റേജ് ആയിട്ട് വെക്കുക. അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുകയും വേണം. അത് മാത്രമല്ല ധാരാളം പ്രോസസ്സിങ്ങും ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. അതെല്ലാം ചെയ്താലാണ് ഇൻ മേക്കിംഗ്. എങ്കിൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകാതിരിക്കും. എല്ലാത്തിലും ഉപരി എനിക്ക് തോന്നുന്നത് ഈ ആക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് മറ്റൊരു കാര്യവും പുറത്തേക്ക് വന്നു. ഇതിൽ ചില ലീഡേഴ്സ് ഉണ്ട്, വളരെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യും. പ്രധാനമായും മീറ്റിംഗ് ഹാളിൽ സംസാരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കും, വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് അവരുടെ ആബ്സെൻസിൽ റിയൽ ക്രിട്ടിക്കൽ ചെക്കിംഗ് ഓഫ് ദി ഇയറിൽ വർക്കിംഗ്, റിയൽ ക്രിട്ടിക്കൽ അനലൈസിസ് ഓഫ് യുവർ വർക്കിൽ ചില സ്ഥലങ്ങളിൽ പ്രോപ്പറാണ്. 360 ഡിഗ്രി കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ആവശ്യമുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികം സംസാരിക്കുന്നവരെ കാണും, അവരങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ സെയിലിന് വേണ്ടി അവരൊന്നും തന്നെ ചെയ്യുന്നുമില്ല. സോ ഗെറ്റ് റെഡി. നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് നോക്കണം, പിന്നെ ആരൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെന്ന് നോക്കണം. ഞാൻ നിങ്ങളെല്ലാം ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു വാക്ക് നൽകുന്നു, അതായത് ഈ വർഷം നിങ്ങൾക്കൊരു നല്ല വർഷമായിരിക്കും. കാരണം ഗുഡ് പീപ്പിൾസ് നിറയെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തീർച്ചയായും അടുത്ത ലെവലിലേക്ക് പോകും, പ്രൊമോഷൻ ലഭിക്കും. ചിലടത്ത് സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഇൻഎഫക്റ്റീവ് മാനിപ്പുലേറ്റീവ് പീപ്പിളും കാണും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഒരു റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും തീർച്ചയായും നല്ല കാര്യങ്ങൾ നടക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക് ആൻഡ് ഹോപ്പ് ദാറ്റ് നിങ്ങൾ ഈ ഫിലോസഫി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ടാർഗറ്റ് ഇല്ലെങ്കിലും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ട്രാജ് ബി ഗുഡ്, ന്യൂ പ്രൊഡക്ഷൻ ബി ഗുഡ്, പവർ ബ്രാൻഡ് വലിയ ലെവലിൽ റീച്ച് ആകും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.